മറാഹിലു നുസീറുൽ ആജാലു ഫീ കുല്ലി ലഹ്ളത്തിൻ. ഓരോ നിമിഷങ്ങളിലൂടെയും കടന്നു പോകുമ്പോ നമ്മുടെ വിലപ്പെട്ട ആയുസ് ഇങ്ങനെ കടന്നു പോവുകയാണ്. നമ്മുടെ വിലപ്പെട്ട ആയുസ് ഇങ്ങനെ കടന്നു പോവുകയാ. വഅമാറുനാ തുതുവാ വഹുന്നാ മറാഹിലു. നമ്മുടെ ആയുസ് ചുരുട്ടപ്പെടുകയാണ്. നമ്മുടെ ആയുസ് ചുരുട്ടപ്പെടുകയാണ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുത്തിനാൽ നദ്യാമൊഴുകുന്ന കാട്ടങ്ങൾ പോലെയും അത്രയും ചഞ്ചലമാലയ സംഗമം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാനുള്ളത് നദികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, നമുക്കറിയാം ഈ മലവെള്ളപ്പാച്ചിലിൽ മഴ ഇങ്ങനെ പെയ്യുമ്പോ വയനാടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ ഉൾപ്രദേശങ്ങളിൽ നിന്നും മഴ പെയ്തിട്ട് ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോ ആ മലവെള്ളപ്പാച്ചിലിലൂടെ ഇങ്ങനെ ചണ്ടികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ചണ്ടികൾ ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെ നമ്മുടെ മുമ്പിലുള്ള നദികളിലൂടെ, ആറുകളിലൂടെ ചണ്ടികൾ ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെ ഇതുപോലെ മാത്രമേ ഉള്ളൂ നമ്മുടെ ആയുസ്സും. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ആയുസ്സും ഇതുപോലെയേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓരോ വർഷവും നമ്മുടെ ഏടുകളിൽ നിന്നും മുന്നോട്ട് പോകുമ്പോ, ഓരോ വർഷവും നമ്മുടെ ആയുസിന്റെ ഏടിൽ നിന്നും കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ. ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് വേണം എന്റെ സ്വപ്നമായിരിക്കുന്ന ഭവനമൊന്ന് നിർമ്മിക്കുവാൻ. ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് വേണം എന്റെ മകളുടെ കല്യാണം നടത്തി കൊടുക്കുവാൻ. ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് വേണം എന്റെ ഇന്ന സ്വപ്നങ്ങൾക്കൊന്ന് പൂവണിയുവാൻ. ഇങ്ങനെ ഓരോ വർഷങ്ങൾ കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഓരോ വർഷങ്ങളും കടന്നു വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ വീടിന്റെ അകത്തളത്തിലേക്ക്, നമ്മുടെ പ്രൈവറ്റ് റൂമിന്റെ അകത്തളത്തിൽ നാം കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഖാബിദുൽ അർവാഹു മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകിടം മറിയുകയാണ്. ചീട്ടുകൊട്ടാരങ്ങൾ പോലെ തകർന്നടിയുകയാണ് സ്വപ്നങ്ങൾ. ആ നെയ്തുണ്ടാക്കിയ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയുമ്പോ പിറ്റേന്ന് നേരം പുലരുമ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്നും വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏ മനുഷ്യരെ, നിങ്ങൾ കാണുന്നില്ലയോ, നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ കേൾക്കുന്നില്ലയോ? ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് കടന്നുപോയ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്ന ആ പ്രിയപ്പെട്ട പിതാവായിരുന്നു. തന്റെ മകളെ കുറിച്ച്, തന്റെ മകനെ കുറിച്ച്, തന്റെ കുടുംബത്തെ കുറിച്ച്, തന്റെ ഭവനത്തെ കുറിച്ച്, താൻ നേടിയെടുത്തിരിക്കുന്ന ഓരോ മേഖലകളെ കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, ഇന്ന വീട്ടിൽ ഇന്നയാളിതാ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന്. ഒരു പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും ആ ശബ്ദം നമ്മുടെ നെഞ്ചിലേക്ക്, നമ്മുടെ കാതിലേക്ക് ഒരു കൂരമ്പ് പോലെ വന്നലയടിക്കുമ്പോ നമ്മൾ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, പടച്ചവനെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തോരാരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു, എന്തോരാരോഗ്യമുള്ള മനുഷ്യനായിരുന്നു, എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു. അവൻ ഇന്നലെയും എന്നെ കണ്ടിങ്ങനെ പറഞ്ഞിട്ട് പോയവനാണല്ലോ തമ്പുരാനെ, അവന്റെ മരണമാണല്ലോ ഞാൻ കേൾക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴും നമ്മോട് അടുത്തയാള് വിളിച്ചു ചോദിക്കുകയാണ്, പള്ളിയിൽ നിന്നും മരണവാർത്ത കേട്ടല്ലോ, ആരാ മരിച്ചതെന്ന് ചോദിക്കുമ്പോ, ആരാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോ വേദനയോടുകൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നയാളാണ് മരിച്ചത്. അവനും കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. എന്നാൽ ബുദ്ധിയില്ലാത്ത കോമരങ്ങളായിരിക്കുന്ന മനുഷ്യ, ഞാനും നിങ്ങളും ചിന്തിക്കുന്നില്ല, ഇതുപോലെ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്നും ഒരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ
കേൾക്കാനിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. നമുക്കൊരു വയസ്സൊന്ന് കടന്നു പോയിരുന്നെങ്കിൽ, നമ്മുടെ ഒരു വയസ്സ് കൂടി ഒന്ന് കഴിഞ്ഞ് കടന്നിരുന്നെങ്കിൽ ചിന്തിക്കുമ്പോ എന്റെ പ്രിയമുള്ള വിശ്വാസികളെ, അവിടെ നേരെ തിരിച്ചൊന്ന് ചിന്തിക്കണേ, നേരെ തിരിച്ചൊന്ന് ചിന്തിക്കണേ. പടച്ചവനെ, ഒരു വർഷം കൂടി അങ്ങ് പോവുക എന്ന് പറയുന്നത് ഞാനും എന്റെ ഖബറുമായിട്ടുള്ള വഴിദൂരം കുറയലാണ്, ഞാനും എന്റെ ഖബറുമായിട്ടുള്ള വഴിദൂരം കുറയലാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്കൊന്ന് കടന്നു വന്നാൽ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും ഉരുകി തീരുകയല്ലേ പ്രിയമുള്ളവരെ? എന്തിന്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? എന്തിന്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? നാം ഇതാ കടന്നു പോകാൻ പോകുന്ന പരിശുദ്ധമായ മുഹറം മാസമുണ്ടല്ലോ, ആ മുഹറം മാസം നമുക്ക് ഒരുപാട് പേരുടെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടാ കടന്നു വരുന്നത്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, അവരുടെ വിജയത്തിന്റെ ചരിത്രങ്ങളും അവരുടെ ത്യാഗങ്ങളുടെ ചരിത്രങ്ങളും അവരുടെ പരീക്ഷണങ്ങളുടെ ചരിത്രങ്ങളും ഈ പരിശുദ്ധമായ മുഹറം മാസം നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ധിക്കാരികളുടെ പതനത്തിന്റെ ചരിത്രങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് അഹങ്കാരികളുടെ, ഒരുപാട് ധിക്കാരികളുടെ, ഒരുപാട് സ്വേച്ഛാധിപതികളുടെ പതനത്തിന്റെ ചരിത്രങ്ങളും പറഞ്ഞുകൊണ്ടാ മുഹറം മാസം കടന്നു വരുന്നത്. അതിൽപ്പെട്ട ഒരു സ്വേച്ഛാധിപതി, അതിൽപ്പെട്ട ഒരു ധിക്കാരിയാണ് അന റബ്ബുകുമുൽ അലാ എന്ന് വാദിച്ചുകൊണ്ട് കടന്നു വന്ന ഫറോവ, റംസീസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫറോവ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, ഞാനല്ലാതെ മറ്റൊരു റബ്ബില്ല എന്ന് വാദിച്ചുകൊണ്ട് കടന്നു വന്ന ഫറോവ. ആ ഫറോവയുടെ പതനത്തിന്റെ ചരിത്രം പറയുകയാണ് ഈ പരിശുദ്ധമായ മുഹറം മാസം. ഈ മുഹറം മാസം നമുക്ക് പറഞ്ഞു തരികയാണ്, ഫറോവയുടെ ചരിത്രം പറഞ്ഞു തരികയാണ്. മൂസ നബി അലൈഹിസ്സലാമയെ വെല്ലുവിളിച്ച, അള്ളാഹുവിനെ പോലും വെല്ലുവിളിച്ച, ഞാനല്ലാതെ മറ്റൊരു റബ്ബുണ്ടോ എന്ന് ചോദിച്ച ആ ഫറോവ ചക്രവർത്തി റംസീസ് രണ്ടാമൻ, ആ റംസീസ് രണ്ടാമനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ മുക്കിക്കൊന്നിട്ട്, ചെങ്കടലിൽ മുക്കിക്കൊന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നും ആ അഹങ്കാരിയെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ റംസീസ് രണ്ടാമൻ എന്ന ഫറോവയെ വിളിക്കുകയാണ്. അൽ യൗമ നുനജ്ജീക ബിബദനിക. ഏ ഫറോവ, റംസീസ് രണ്ടാമൻ എന്ന് പറയപ്പെടുന്ന ഫറോവയോട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിന്റെ ഡെഡ് ബോഡി, നിന്റെ ശരീരം, അൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഏ ധിക്കാരി, നീയാണ് റബ്ബ് എന്ന് പറഞ്ഞവനെ, എന്റെ ഏകത്വത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വന്നവനെ, നിന്റെ മൃതദേഹം, നിന്റെ ശരീരം ഞാൻ സൂക്ഷിച്ചു